തിരക്കുള്ള ഭാഗത്ത് നമ്മൾ ട്രാഫിക് പെട്ടെന്ന് ഒഴിച്ചുവിടാനുള്ള സംവിധാനം ഇതിലുണ്ട്. പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് ജംഗ്ഷനാണ്. ഇപ്പൊ ബൈപ്പാസ് റോഡിലെ നാലും കൂടിയ റോഡാണ്. ദേശീയപാതയും അതുപോലെ ബൈപ്പാസ് റോഡും ഒക്കെ സംഗമിക്കുന്നു. ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ്, അതുകൂടാതെ ബൈപ്പാസ് പുന്നിയാകുറിശി ബൈപ്പാസ് റോഡും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ റോഡ് കാലങ്ങളായിട്ട് ഇവിടെ സിഗ്നൽ സംവിധാനം ഉണ്ടെങ്കിലും നേരത്തെ ഒരിക്കൽ ഇത് പ്രവർത്തന സജ്ജമാക്കിയിരുന്നു. പക്ഷെ ഇവിടെ സീബ്ര ലൈനൊക്കെ കറക്റ്റായിട്ട് മാഞ്ഞു പോയിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ശരിയാക്കുമെന്ന് നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം ചാനൽ വാർത്ത നൽകിയതാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ്, മഴയായാലും വെയിലായാലും അവരിവിടെ നിന്നാണ് ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് വട്ടം നമ്മൾ തന്നെ വാർത്ത നൽകിയിട്ടുള്ളതാണ്. ഇവിടെ സിഗ്നൽ സംവിധാനം ഇന്നു മുതൽ ഒന്ന് പ്രവർത്തന സജ്ജമാക്കുകയാണ്. ഇത് കാലങ്ങളായി പ്രവർത്തനരഹിതമായതല്ല. കൃത്യമായി ഒരു എന്താ പറയാ, ഈ ബൈപ്പാസിലൂടെയുള്ള വാഹനയാത്രികർ തന്നെയാണ് കൃത്യമായി പോലീസിന്റെ നിർദ്ദേശം പാലിക്കാതെയൊക്കെ ഓടിച്ചു കയറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ അനധികൃതമായ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാർക്കിംഗ് ഒക്കെ ആണ് പ്രധാനമായിട്ടും ഇവിടെ ഗതാഗതം കാരണം. അപ്പോൾ ഇനി യാത്രക്കാര്, ദേശീയപാതയിലൂടെയൊക്കെ വരുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ കൃത്യമായി മാനുവലായും ഓട്ടോമാറ്റിക്കലി ആയും ഇവിടെ ഈ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കും. അത് രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെയൊക്കെ സംവിധാനം ഉണ്ടാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനി ഈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ള ട്രാഫിക് ജംഗ്ഷനിലെയും ഈ ബൈപ്പാസ് ജംഗ്ഷനിലെയും ഒക്കെ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ യാത്രക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ഓടിച്ചു കയറ്റി പിഴ ചിലപ്പോൾ കിട്ടും. അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യരുത്. എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് പോലീസ് തരുന്നുണ്ട്. നമ്മുടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഉപയോഗിക്കാൻ ഇത്തരം സംവിധാനങ്ങളുണ്ട്. അത് ഇനിയും പ്രവർത്തനരഹിതമായിട്ട് കാര്യമില്ല എന്ന ഒരു കാര്യം കൂടി വ്യക്തമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ചാനലുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഗതാഗതക്കുരുക്ക് ഒഴിഞ്ഞ് ഒരു എല്ലാവർക്കും സുഗമമായി സഞ്ചരിക്കാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാറുള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്കിന് ചെറിയൊരു പരിഹാരമാക്കുന്ന കാര്യങ്ങളാണ് ട്രാഫിക് പോലീസും ഒക്കെ അതുപോലെ പോലീസും ഒക്കെ പ്രധാനമായിട്ടും കുറെ കാലമായിട്ട് അവരതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഈ ബൈപ്പാസ് തുറന്ന് സിഗ്നൽ സംവിധാനം വീണ്ടും വരികയാണ്. കുറെ കാലം നമ്മൾ ചാനൽ ഇത് വാർത്ത നൽകിയിട്ടുണ്ട്. സാറേ, ഇപ്പോൾ ഈ സിഗ്നലൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. അത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? തിരക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇത് വളരെ നല്ല കാര്യമാണ്. കുറെ കാലമായിട്ട് സിഗ്നല് മുടങ്ങി കിടക്കുകയായിരുന്നു. കാരണം ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. ഓട്ടോമാറ്റിക് സിഗ്നലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിന്റെ ബസ്സുകാർക്ക് ഫ്രീ ലെഫ്റ്റ് ഇല്ല എന്നതുകൊണ്ട് അവരൊരു തടസ്സം. അതുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് ഇത് മുടങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഇത് പുതിയൊരു സംവിധാനം കൊണ്ട് ഓട്ടോമാറ്റിക്കായി മാറ്റി മാനുവലാക്കിയിട്ട് സിസ്റ്റം പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള ഭാഗത്ത് നമ്മൾ ട്രാഫിക് പെട്ടെന്ന് ഒഴിച്ചുവിടാനുള്ള സംവിധാനം ഇതിലുണ്ട്. ഒരു പോലീസ് ഇവിടെ നിന്ന് നിയന്ത്രിക്കും. തിരക്കുള്ള ഭാഗം നമ്മൾ പെട്ടെന്ന് നിന്നിട്ട് തിരക്കില്ലാത്ത ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് വിടാനും മറ്റ് സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം പെട്ടെന്ന് എത്രയോ കാലം മുന്നേ വരേണ്ടതായിരുന്നു. ഇത് നമ്മുടെ കുറച്ച് പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇപ്പോൾ സിഗ്നലിന്റെ ആളുമായിട്ട് ബന്ധപ്പെട്ടു, പിന്നെ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ നന്നായിട്ട് പോലീസുകാരെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അവര് ഫുൾ ടൈം ഡ്യൂട്ടി മാത്രമല്ല, ഇതിന്റെ സമയം രാവിലെ 7:30 തൊട്ട് വൈകിട്ട് 10 മണി വരെയാണ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് 8:30 വരെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാലും ഇവിടെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഇത് സിഗ്നല് പുനഃസ്ഥാപിക്കുന്നതോടുകൂടി അക്കാര്യത്തിൽ നല്ലൊരു പരിഹാര മാർഗമാണ് ഇത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും സഹകരിക്കുക. മാത്രമല്ല ഈ സിഗ്നൽ ഭാഗത്ത് ഈ ഇതേ ടൈം സിസ്റ്റം, അതായത് രാവിലെ 7:30 തൊട്ട് വൈകിട്ട് 10 മണി വരെ ഉള്ള ടൈം സിസ്റ്റം സിഗ്നൽ സംവിധാനം ജംഗ്ഷനിലും തുടങ്ങിയിട്ടുണ്ട്. ജംഗ്ഷനിലും ഇതേ ടൈം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ട്രാഫിക് റൂൾ അനുസരിച്ചിട്ട് ജനങ്ങൾ നമ്മളെ പോലീസുകാർ സഹകരിക്കുക. മാത്രമല്ല ഈ സിഗ്നലിന്റെ 100 മീറ്റർ ചുറ്റളവിൽ പാർക്കിംഗ് ഒന്നും ഇല്ലാതെ രീതിയിൽ യാത്രക്കാർ വാഹനങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഒന്നും പറയാനില്ല. ജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കും. ബിർസാറാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല ഈ 4 റോഡിലും വാഹനങ്ങൾ പാർക്കിംഗ് വരുമ്പോഴാണ് കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതുകൂടാതെ കൃത്യമായി ഇവിടെ ഈ എന്താ പറയാ, ആളുകൾക്ക് നടക്കാനുള്ള സംവിധാനം ആ വെള്ളവരെയൊക്കെ മാഞ്ഞു തുടങ്ങി. ഇതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നഗരസഭ ഇടപെട്ടോ അല്ലെങ്കിൽ ദേശീയപാതയുടെ ഭാഗമാണ് ഒരു ഇടപെട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ പല പ്രാവശ്യം ഇടപെട്ടിരുന്നു. അത് സീബ്ര ലൈനിന്റെ ഞങ്ങളിപ്പോൾ അത് സിഗ്നല് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. സീബ്ര ലൈൻ വരച്ചു. പക്ഷെ അത് സീബ്ര ലൈനിന്റെ മാഞ്ഞു പോയി കുറച്ചൊക്കെ.
പക്ഷെ സിഗ്നൽ ഓണാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് സീബ്ര ലൈനൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും അതിൽ നമ്മൾ പരിശ്രമിച്ചിട്ട് സീബ്ര ലൈൻ നമ്മൾ പുനഃസ്ഥാപിക്കുന്നതായിരിക്കും. എന്തായാലും അതിന്റെ നടപടി എടുത്തുണ്ടാവും. ഹൈവേ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ നടപടികൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ളതാണ് ബൈപ്പാസ് റോഡ്. അപ്പൊ ഈ ഇങ്ങടേക്കുള്ള അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ ഗതാഗതക്കുരുക്കിന്റെ കാരണം പറഞ്ഞിരുന്നത് ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ പ്രവർത്തന രഹിതമാണ്, അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് തുടർന്നുകൊണ്ട് കുറെ കാലത്തോളം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നൊരു ഉറച്ച വിശ്വാസം. തീർച്ചയായും പറ്റും, തീർച്ചയായും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ജംഗ്ഷൻ, അതായത് ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കും കൂടുതൽ ഈ ഭാഗത്ത് കൂടുതൽ പാസിംഗ് ആണ് കൂടുതൽ. ഈ ഒരു സിസ്റ്റം കൊണ്ട് ഇത് നടപ്പിലാക്കിയാൽ, നന്നായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ ഗതാഗതം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, ഗതാഗതത്തിലേക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിഷയം. ഏതായാലും പെരിന്തൽമണ്ണ കാലങ്ങളായി ഗതാഗതക്കുരുക്കിലൂടെ കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ട്രാഫിക് ജംഗ്ഷനിലുണ്ട് സിഗ്നൽ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ബൈപ്പാസിലെയും സിഗ്നല്, അതായത് സ്ഥിരമായി ഇവിടെ പോലീസ് ഉണ്ടാകും. പിന്നെ മാനുവലായിട്ടാണ് ഈ സംഭവം, ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ യാത്രക്കാരെ ശ്രദ്ധിക്കുക, കൃത്യമായി ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. ഇതുപോലെ പെട്ടെന്ന് ധൃതിയുള്ള ആളുകളാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്ക് കുറച്ചേ പറ്റൂ. അത് ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് ഇത്തരം സംവിധാനങ്ങളെ ജനങ്ങൾ നിസ്സാരമായി കാണുന്നതാണ്. അപ്പൊ ജനങ്ങൾ ഇനി യാത്രക്കാര് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അനധികൃത പാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കർശന നടപടിയൊക്കെ ഉണ്ടാകും. ഒന്നുകൂടി ശ്രദ്ധിച്ച് നമ്മുടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ചാനൽ 10 മുന്നോട്ട് വെക്കാനുള്ളത്. ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.